വോക്സ് വാഗൻ്റെ പണ്ടത്തെ ഏതൊരു വണ്ടിയാണ് എക്സാക്ട്ലി എനിക്കറിയില്ല എന്താ സാധനം എന്നുള്ളത്. പക്ഷേ ഈ വണ്ടിയെ കണ്ടിട്ടുണ്ട് ഒരുപാട്. നമ്മുടെ ജീപ്പിൻ്റെ ഗ്രാൻഡ് വാഗന്, ഡിഫൻഡർ, പണ്ടത്തെ ഡിഫൻഡർ കുറച്ചും കൂടി, പണ്ടത്തെ ഡിഫൻഡർ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ളത്. ആൻഡ് വി ഹാവ് എ വൺ ഫാസ്റ്റർ മോഡൽ. Thanks. Chevy, we have a Porsche. ഇത് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മൊത്തം ക്ലാസിക് ജീപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സോട്ടിക് കാർസൊക്കെ വേറൊരു ഭാഗത്താണുള്ള. പെട്രോൾ Y60, വേറൊരു ഡിഫൻഡർ, പിക്കപ്പ് പോർഷ്, ഷെവിയുടെ ഗ്രാൻഡ്, സോറി GMC കേട്ടോ. വേറെ ഒന്നുള്ളത് ഇവിടെ ഷെവിയുടെ ഒരു ട്രക്കുണ്ട്, സീറ്റനാണെന്ന് തോന്നുന്നു. ഒരു ലാൻഡ് ക്രൂസർ, സസ്പെൻഷൻ അപ്ഗ്രേഡ് ഉണ്ട് അതിനകത്ത്. അനദർ ഡിഫൻഡർ. കുറച്ച് അമേരിക്കൻ മസിലുണ്ട് അവിടെ. ആ മുതലിന് ആർക്കൊക്കെ അറിയോ? നമ്മളുടെ മിത്സുബിഷിയുടെ ബാഹ റേസിലെങ്ങാനോ അതോ ആഫ്രിക്കയിലെ ഒരു റേസ് ഉണ്ടല്ലോ, അതിനകത്ത് വന്ന പജേരോയുടെ എവല്യൂഷനാണ്. കുറച്ച് റേയാണ് കേട്ടോ ഈ വണ്ടി. കിറ്റഡാണോ ഒറിജിനലാണോ എന്നൊന്നും അറിയില്ല, കാരണം ലിമിറ്റഡ് ആയിട്ട് വന്ന വണ്ടിയാണ്. പോർഷ് 991 993 GT. പിന്നെ ഇവിടെ കുറച്ച് കോർവെറ്റ് ഉണ്ട്. കോർവെറ്റ്, BMW, കമാരോ C28 വേർഷൻ. മസ്തയുടെ ഒരു സാധനം കിടക്കുന്നുണ്ട്. We have classic Porsche there, 911 Carreras, Audi R8, Porsche GT4. ഏതാ സാധനം നിങ്ങൾ പറഞ്ഞു കേട്ടോ. നമ്മളെ ബബിൾ ബിയുടെ വേറൊരു കളറ്. ബബിൾ ബി വന്നത് ആ കളറാണ്, പക്ഷേ ഇത് വേറൊരു കളറാണ്. NSX ആണെന്ന് തോന്നുന്നു, ഓർ അക്യൂറ, ഓർ ഐ ഡോണ്ട് നോ. ഔഡി, വേറൊരു പോർഷ്, നമ്മുടെ BMW. ഈ വണ്ടിയുടെ പിറകിലൊരു സംഭവമുണ്ട്. ലൈക്ക് BMWയുടെ C4 എന്നുള്ള വേർഷൻ്റെ ചേസും ബോഡി ഉപയോഗിച്ചിട്ടാണ് ഇവർ ടയറ്റോടെ സൂപ്പർ പണിതത്. സോ ബേസിക്കലി എൻജിൻ എല്ലാം BMW കുറേ കോമ്പണൻസ് ഉണ്ട് എൻ്റെ അകത്ത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് BMW ലോഗോ കാണാൻ പറ്റും. സുബാരു റേഞ്ച് റോവർ, വേറൊരു പോഷ്. എവല്യൂഷൻ ഉണ്ട് ഇവിടെ. വേറൊരു നിസ്മോ കിടപ്പുണ്ട്. പോഷ് BM R32 അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ വണ്ടിയുടെ ബോഡി കിറ്റ് ചേഞ്ച് ചെയ്തിട്ട് R34 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശരിക്കും വെട്ടിക്കൊല്ലണം അങ്ങനെ പറഞ്ഞുതരാം. ബോഡി കിറ്റ് കെട്ടിക്കഴിഞ്ഞാലും ഈ ലെഗസി കിട്ടൂല. ഇതൊരു സമയത്ത് എന്താ പറയുക, റേസ് ട്രാക്കിൽ ഡോമിനേറ്റ് ചെയ്തിട്ട് ഗോഡ്സില്ല എന്ന് പേര് കിട്ടാൻ കാരണം തന്നെ ഈ വണ്ടിയാണ്. അത്രയും ഹെവി എന്താ പറയുക, ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള വണ്ടിയാണിത്. ഇതിനാണ് നാട്ടിൽ R34 എന്നൊക്കെ വിളിക്കുക. ബോഡി കിറ്റായിട്ട് R34ൻ്റെ റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ, പക്ഷേ ഒരിക്കലും ഡോണ്ട് കോൾ ഇറ്റ് R34. ആക്ച്വലി ഈ വണ്ടിക്ക് തന്നെ ഒരു ഡിസ്റെസ്പെക്റ്റാണത്.
ഇതിലെന്തുകൊണ്ടാണ് നമ്മൾ GT-R എന്ന് പറയുന്നത്? ഇതിന് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, RB26 എഞ്ചിൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു GT-T വേർഷൻ ഉണ്ട്, അതിൽ RB25 എഞ്ചിനാണ്, പക്ഷേ അത് റിയർ വീൽ ഡ്രൈവാണ്. പിന്നെ ഈ വണ്ടിക്ക് വേറൊരു V-Spec എന്നുള്ളതും കൂടിയുണ്ട്, നമ്മൾ അവിടെ കണ്ടില്ല, അത് V-Spec-ആണ്. സോ GT-Rൽ വരുന്ന സമയത്ത് ഇത് V-Spec അല്ല, ഇത് 330 ഓൾമോസ്റ്റ് bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 2.6 എഞ്ചിൻ വെച്ചിട്ട്. നമ്മൾ അവിടെ കണ്ട ആ വണ്ടി V-Spec-ആണ്. സോ അത് ഇതിനേക്കാളും 20 bhp എങ്ങാനും കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ഒരു പോർഷന് GT4 നമ്മൾ നേരത്തെ കണ്ടത്. അനദർ BM. എക്സോട്ടിക് കാർസ് ഒരുപാടുണ്ട് ഇവിടെ. Lamborghini. പിന്നെ ഓൾഡ് മെർസിഡീസ്. ഇത് ലോട്ടസിൻ്റെ ഒരു വണ്ടിയാണ്, എവോറ GT. 800 bhp എങ്ങാനും പവർ എന്തൊക്കെ വരുന്ന വണ്ടിയാണ്, എനിക്കതിൻ്റെ സ്പെസിഫിക്കൊക്കെ മറന്നുപോയി. ആൻഡ് വി ഹാവ് അനദർ ഫെറാറി വേറൊന്നും കൂടി കിടപ്പുണ്ട്. ഇതൊക്കെ പ്യുവർ എക്സോട്ടിക് കാസാണ്. ആ ഷേപ്പ് ഓക്കെ. വേറൊരു ഫെറാറിൻ്റെ ഇവിടെ, McLaren ഫസ്റ്റ് ജനറേഷൻ. വേറൊരു ഫെറാറി, GT-R. GT2 RS, ക്ലാസിക് റേഞ്ച് ഓവർ. വേറൊരു പോർഷൻ കാഡിലാക്ക്, വേറൊരു റേഞ്ച് റോവർ. ഇത് ക്ലാസിക് സെക്ഷൻ. ഗ്രാൻഡ് പ്രിക്സ് വണ്ടിയുടെ ഏതാ മോഡൽ എനിക്കറിയില്ല. പിന്നെ ഡിഫൻഡറിൻ്റെ ഇവിടെ ഒരു ക്ലാസിക് മസ്റ്റാങ് അവിടെ കിടപ്പുണ്ട്. ആൻഡ് ഈ സാധനം, ഈ വൈറ്റ് ആൻഡ് ബ്ലൂ. ഇത് ലാൻഡ് ക്രൂസറിൻ്റെ ഫസ്റ്റ് വന്ന സീരീസിലാണ്, BJ40 ആണോ എന്നറിയില്ല, ആ സീരീസിൽ വന്ന സാധനം. പക്ഷേ നന്നായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. എൻജിൻ ഉണ്ടാവും, ഒരു വിഞ്ചുണ്ട് ഇവിടെ, സ്റ്റിയറിംഗ് സ്റ്റെബിലൈസർ കാണുന്നുണ്ട് ഇവിടെ, ഒരു എക്സോസ്റ്റ് സിസ്റ്റം ഇവിടെ വരുന്നില്ല. ദെൻ മിലിറ്ററി ഹം, അതായത് H1-ൻ്റെ സിവിലിയൻ വേർഷൻ. ഇതിൽ വന്നുകൊണ്ടുണ്ടായിരുന്ന 6.2 ലിറ്റർ V8 ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ്. ടോർക്കിഷ് ആയിരുന്നു, പക്ഷേ പവർ കുറവാണ്, ഹോഴ്സ് പവർ. സോ ജിംനിയും ഈ വണ്ടിയും വെച്ചിട്ടൊരു റേസ് നടന്നിട്ട് അതിൽ ജിംനിയാണ് ജയിച്ചത്. പിന്നെ കുറച്ചുകൂടെ ഒരു R8 കാഡിലാക്കിൻ്റെ പണ്ടത്തെ വണ്ടി. ഫെറാറി വലിയ കാര്യമൊന്നുമില്ല. ഒരാവശ്യമില്ലാതെ ഒരുപാട് പൈസ കളയണമെങ്കിൽ ഈ മുതൽ വാങ്ങിക്കും. ഔഡി ഇതൊക്കെ ഡ്രൈവേഴ്സ് വെഹിക്കിളാണ്, ലൈക്ക് പ്യുവർ എൻജോയ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടികളാണ്. ലാംബോർഗിനി സെയിം, ലൈക്ക് അനദർ പോർഷ്. ഈ വണ്ടികളൊക്കെ എന്താ വെച്ചാൽ ഇതൊരിക്കലും അതൊരു SVJ വെർഷനാണ്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് അതായാലും ഒന്നും കത്തുന്നില്ല. ഹുറാക്കാനല്ല, എന്തായാലും പെർഫോമൻ്റ് ആണെന്ന് തോന്നുന്നു. എന്തോട്ടെ ഈ വണ്ടികളൊക്കെ ലൈക്ക് അവർ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പീസ്ഫുള്ളി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടികളല്ല.
മറിച്ച് ഈ ക്ലാസിക് പോർഷും ഇതൊക്കെ അവർക്ക് എവറിഡേ ഡ്രൈവിംഗ് ആയിട്ടുള്ള വണ്ടികളാണ്. അതിൻ്റെ മെയിൻ്റെനൻസൊക്കെ ഒരുപാട് എക്സ്പെൻസീവാണ്. ഇത് ഐ തിങ്ക് അറൗണ്ട് 700 ഹോഴ്സ് പവർ ഈ വണ്ടി ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ചിലർക്ക് ചിലപ്പോൾ എന്താ പറയുക, വേറെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും. വെൻ ഇറ്റ് കംസ് ടു റിയൽ ലൈഫ് ആ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഇമാജിൻ, ആ വണ്ടിക്കൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ടെക്നീഷ്യൻസ് ഇതിൻ്റെ ഒറിജിൻ പ്ലേസിൽ നിന്ന് വരുന്നവരെ ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ കൊണ്ട് നടക്കാൻ നല്ലതാണ്, ഓട്ടോ ഷോയിൽ കൊണ്ടുപോകാം. അതൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്പേസ് ഷിപ്പാണ് ആക്ച്വലി, സ്പേസ് ഷിപ്പ് തന്നെ പറയാം. അത്രയ്ക്ക് കൊണ്ടുപോകും. എൻ്റെ ക്യാമറ പിടിക്കുന്നില്ല, അത് ഞാൻ വൈഡാക്കി.